നമസ്കാരം. ഈ അടുത്തിടെ ഇറങ്ങി OTTയിൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമകളായ ആവേശം, വർഷങ്ങൾക്കു ശേഷം എന്നീ സിനിമകളുടെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ജിത്തു മാധവൻ എന്ന സംവിധായകൻ ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗിച്ച ഒരു സിനിമയാണ് ആവേശം എന്ന് വേണമെങ്കിൽ പറയാം. രോമാഞ്ചം എന്ന തൻ്റെ ആദ്യ സിനിമയിലൂടെ തന്നെ തൻ്റെ സാന്നിധ്യം അറിയിച്ച സംവിധായകനാണ് ജിത്തു മാധവൻ. എന്നാൽ ആവേശത്തിൽ എത്തുമ്പോഴേക്കും ഫഹദിലൂടെ രോമാഞ്ചത്തിൻ്റെ ഡബിൾ എഫക്റ്റാണ് കൊണ്ടുവരുന്നത്. സുഷിൻ ശ്യാം എന്ന മ്യൂസിക് ഡയറക്ടറുടെ സംഭാവന രണ്ട് സിനിമകളിലെയും എടുത്തു പറയേണ്ട ഫാക്ടറാണ്. മലയാളത്തിൻ്റെ അനിരുദ്ധ് എന്ന വിശേഷണം ശരിവയ്ക്കുന്ന കോമ്പോസിഷൻസും BGMഉം ആണ് സുഷിൻ്റെ ഓരോ സിനിമയിലും കാണുന്നത്. ഗംഭീര പെർഫോമൻസുകളുടെ ഒരു സിനിമയാണ് ആവേശം. ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ റേഞ്ച് വ്യക്തമാക്കി തരുന്ന സിനിമകളിൽ ഒന്നാണ് ഇത്. സജിൻ ഗോപുവിൻ്റെ അമ്പാൻ എന്ന കഥാപാത്രവും ഫഹദിൻ്റെ രംഗണ്ണനൊത്ത പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. മറ്റെല്ലാ കഥാപാത്രങ്ങളും തന്നെ നല്ല പെർഫോമൻസാണ് ഈ സിനിമയിൽ ഉടനീളം കാഴ്ചവെക്കുന്നത്. ഫൈറ്റ് സീനുകളെല്ലാം വയലൻസിൻ്റെ അതിപ്രസരമില്ലാതെ കോമഡിയിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. കോമഡി സീനുകളാവട്ടെ വളരെ നാച്ചുറലായി കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. സെൻറ്റിമെൻ്റൽ സീനുകളിൽ ഫഹദ് ഫാസിൽ വളരെ നന്നായി ആണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കൂടുതൽ വിജയം അറിയിക്കുന്ന ഒന്നായിരുന്നു എന്നൊരു ഫീൽ ആണ് സിനിമ കണ്ടതിന് ശേഷം ഉണ്ടായത്. അടുത്തത് വർഷങ്ങൾക്കു ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ സിനിമയാണ്. ഒരുപാട് മുഖ്യധാരാ നടന്മാർ അഭിനയിച്ച ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് ഇത്. അവരെല്ലാം തന്നെ വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകൻ്റെ സ്കൂളിൽ നിന്ന് വന്നവരും ആണ്. ഇത്രയും താരങ്ങൾ ഉണ്ടായിട്ടും സിനിമയുടെ തിരക്കഥയിലുണ്ടായ ചില അപാകതകൾ മൂലം സിനിമ പലപ്പോഴും വിരസമായാണ് അനുഭവപ്പെട്ടത്. കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുപോലെയാണ് അനുഭവപ്പെട്ടത്. ഉദാഹരണത്തിന് കല്യാണി പ്രിയദർശൻ്റെ കഥാപാത്രം പല ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിന് ഉത്തരവില്ലാതെയാണ് സിനിമ അവസാനിക്കുന്നത്. നാട്ടിൻപുറത്തുകാരനായി എത്തുന്ന പ്രണവിൻ്റെ കോസ്റ്റ്യൂംസ്, വൃദ്ധനായുള്ള മേക്കപ്പ്, മേക്ക് ഓവർ, ഇതെല്ലാം കൺവിൻസിംഗായി അവതരിപ്പിക്കുന്നതിൽ സംവിധായകൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ പെർഫോമൻസ് മറ്റു സിനിമയിലെ റോളുകളെ അപേക്ഷിച്ചും മറ്റ് കഥാപാത്രങ്ങളെ അപേക്ഷിച്ചും മികച്ചതാണ് എന്ന് പറയാം. സിനിമയിലെ സംഗീതം ആവറേജായി മാത്രമാണ് അനുഭവപ്പെട്ടത്. ഇതിനു മുമ്പിറങ്ങിയ വിനീത് ശ്രീനിവാസന സിനിമയായ ഹൃദയം എന്ന സിനിമയെ വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ല പങ്കുവഹിച്ചത് ഹിഷാം അബ്ദുൽ വഹാബിൻ്റെ സംഗീതം ആയിരുന്നു. എന്നാൽ ഈ സിനിമയിൽ മാസ്റ്റർ പീസായി അവതരിപ്പിക്കപ്പെട്ട സോങ് പോലും അത്ര മികച്ചതായി തോന്നിയില്ല. ഇത്രയേറെ അഭിനേതാക്കൾ ഉണ്ടായിട്ട് പോലും അവരെ വേണ്ടവിധം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്ര സൃഷ്ടിയോ തിരക്കഥയോ ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത. അടുത്ത സിനിമയിലെങ്കിലും ചെന്നൈ പാസവും തൈർസാദവുമെല്ലാം വിട്ട് നല്ലൊരു തിരക്കഥയുമായി വിനീത് ശ്രീനിവാസൻ എന്ന പ്രതിഭാധനനായ സംവിധായകൻ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.